ഹജറുൽ ഹൈതമി തന്നെ സവാജിറിൽ ഹനാബിലത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബിൽ ലതി അലൽ ഖുബൂർ. ശ്രദ്ധിക്കണം, മുസ്ലിയാക്കന്മാരൊക്കെ കേട്ട് പഠിക്കേണ്ടതാണ്. അതായത് ഈ ഖബറിന്റെ മേലെ നിർമ്മിതമായ പള്ളികളൊക്കെ നിർബന്ധമായും പൊളിച്ചു മാറ്റേണ്ടതാണ്, ഉടനെ തന്നെ പൊളിച്ചു മാറ്റണമെന്ന്. അത് മാത്രമല്ല, പള്ളികൾ മാത്രമല്ല, അതായത് ഖബറിന്റെ മേലെ നിർമ്മിതമായ പള്ളികളും അതേപോലെ കുബ്ബകളും പൊളിച്ചു മാറ്റണം. അത് ധൃതി കാണിക്കണമെന്ന്. എന്റെ കാരണം, ഇത് ഹിയ അബറു മിൻ മസ്ജിദ് ദിറാർ. ദിറാർ മസ്ജിദിനേക്കാൾ അപകടം പിടിച്ച അപകടകാരിയാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ. ലിഅന്നഹാ ഉസ്സിസത് അലാ മാസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് നിർമ്മിതമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഖബറിന്റെ മേലെ കുബ്ബകൾ നിർമ്മിക്കുക എന്നത് ഇബ്നു കജ്ജക്ക പറഞ്ഞല്ലോ, ലിന്നഹിൽ ആം, ആ വിഷയത്തിൽ ഒരു പൊതുവിലക്ക് വന്നിട്ടുണ്ട്. ഇനി അത് മറ്റ് മുസബ്ബലത്തല്ലാത്ത മുൽക്കിൽപ്പെട്ട ഖബർസ്ഥാനമാണെങ്കിൽ, അവിടെ വലിയതാണെങ്കിൽ അവിടെ കുബ്ബ നിർമ്മിക്കാം, അത് ഖുർബത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രമാണം ഉദ്ധരിക്കണം. അത് ആമാണെന്ന്, അവിടെ നഹി ആമാണെന്ന് ഇബ്നു കജ്ജ് പറഞ്ഞല്ലോ. എന്താണ് ഇബ്നു ഹജർ ഉദ്ധരിക്കുന്നത്? ഇബ്നു ഹജർ ഉദ്ധരിക്കുകയാണ്, അതായത് റസൂലുള്ളാഹിയെ ധിക്കരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിതമായത് എന്ന്. അപ്പൊ ഖബറുകളുടെ മേലെ കുബ്ബ നിർമ്മിക്കുക എന്നത് റസൂലുള്ളാഹിക്കുള്ള ധിക്കാരമാണ്. ലിഅന്നഹു നഹാ അൻ ദാലിക, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. വഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദ്മിൽ ഖുബൂരിൽ മുശ്രിഫ. അപ്പം ഉയർത്തപ്പെട്ട ഖബറുകളൊക്കെ പൊളിച്ചു മാറ്റണം, അഥവാ ആ എടുപ്പുകളൊക്കെ പൊളിച്ചു മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. وتجب إزالة كل قنديل أو سراج على قبر ولا يصح وقفه ونذره. അപ്പം ഇങ്ങനെയുള്ള വിളക്കുകളും കാര്യങ്ങളൊക്കെ തൂക്കിക്കെട്ടിയതൊക്കെ പിന്നെ ഖബറിൻ്റെ മേലെ അതൊക്കെ പിന്നെ എടുത്ത് മാറ്റേണ്ടതാണ്. അതൊന്നും വഖഫും നേർച്ചയൊന്നും ആക്കാൻ പാടില്ല എന്ന്. സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഖബറിൻ്റെ മേലെ നിർമ്മിതമായ എടുപ്പുകൾ, കൊബ്ബകൾ, അതൊക്കെ റസൂലുള്ളാഹിക്കുള്ള ധിക്കാരമാണ്. അത് ഹദീസിന് ഘടകവിരുദ്ധമാണ്. മാത്രമല്ല, അതിൽ ധാരാളം കുഴപ്പങ്ങളുണ്ട്. അത് ബിദ്അത്താണ്, അതേപോലെ അത് ദൂർത്താണ്, സത്യനിഷേധികളുമായിട്ടുള്ള ഒരു അനുകരണം അതിലുണ്ട് എന്നൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സലഫികൾ, മുജാഹിദുകൾ ഇങ്ങനെ ഖബറുകളൊക്കെ പൊളിച്ചു മാറ്റാൻ നോക്കുകയാണ് എന്നാണ്. ഇബ്നു അബ്ദുൽ വഹാബ് വന്നതിന് ശേഷം ഖബറുകളൊക്കെ പൊളിച്ചു മാറ്റി എന്ന് ഇവനിങ്ങനെ എല്ലാ വേദികളും പ്രസംഗിച്ച് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഖബറുകളൊക്കെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, മുജ്തഹിദായ ഇമാം ഷാഫിയുടെ ഖബറിന്റെ മേൽ നിർമ്മിതമായ കുബ്ബ പൊളിച്ചു മാറ്റണമെന്ന് ഫത്വ കൊടുത്തതാരാണ്? മിൻ ഉലമാഇ ഷാഫിഇയ്യ.